ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 തക്കാളി അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസ് പരിപ്പും നല്ലപോലെ കഴുകി വൃത്തിയാക്കി രണ്ടും കൂടി ഒരു കുക്കറിലേക്ക് ചേർത്തെടുത്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊരു സ്പെഷ്യൽ മസാല റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ കുരുമുളക്, ഒരല്പം ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ചതച്ചെടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരല്പം ഉലുവ, കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് വഴന്നുതരുമ്പോഴേക്കും അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒടിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ചിടുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വാളൻ പുളിവെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ചിടുമ്പോഴേക്കും ഒരു അരമുറി തേങ്ങ ചിരകി അതിൻ്റെ പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി തേങ്ങാപ്പാൽ രസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം കുറച്ച് പച്ചമല്ലി കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.